എത്ര സുഖമാണ് ഈ കുട്ടികളുടെ ഈ ചിരി കേൾക്കാൻ. ഇങ്ങനെ ചിരിക്കാനോ അച്ഛനമ്മമാരുടെ ലാളനയോ ലഭിക്കാതെ വളരുന്ന അനേകം കുട്ടികൾ ലോകമാകമാനമുണ്ട്. അവരിൽ പലരും ബാലവേല അഥവാ ചൈൽഡ് ലേബറിന് നിർബന്ധിതരാകുന്നു. ഇന്നത്തെ ചെറിയ നാടകം ഈ ലോകത്തെ അനാഥർക്കും ബാലവേല ചെയ്യുന്ന കുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു. Ladies and gentlemen, Chai Chai, a short play written and directed by Ravi Kotur, ably supported by the entire cast, especially Rajan Ravindran. ഞാൻ നളിനി നായർ. വളർന്നതും പഠിച്ചതുമെല്ലാം തേൻപാടത്ത്. തേൻപാടം ഒരു ചെറിയ കുഗ്രാമം. ആ വഴി പല തീവണ്ടികളും പോകും. പക്ഷെ നിർത്തുന്നത് വെറും 2 വണ്ടികൾ. രാവിലെ ഗുരുവായൂർ പാസഞ്ചറും വൈകുന്നേരത്ത് തിരുവനന്തപുരം പാസഞ്ചറും. ഞാൻ നൃത്തം പഠിപ്പിക്കാൻ ദിവസവും രാവിലെ തീവണ്ടിയിൽ പോകുമായിരുന്നു. പല പതിവ് യാത്രക്കാരെയും അങ്ങനെ പരിചയപ്പെട്ടു. കൂടെ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന നിധിയെയും. നിധി ശരിക്കും ആ പേര് അർഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അവൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റം എന്നെ അവനോട് വളരെ അടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ കൂട്ടുകാരായി. തേൻപാടം എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. particularly അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ஏன் செல்லக்கண்ணே, ரொம்ப டயர்டா இருக்கா? உட்காருங்க, உட்காரு. ஏய் குலி, அந்த பொட்டிய கீழே வைப்பா. பத்து உலுவையா? பாக்கி 2 சின்ன பொட்டி தானே. ചിന്നതാ? എന്തൊരു ഭാരം! എന്തൊരു കുത്തിക്കയറ്റി വച്ചിരിക്കണം അതിനകത്ത്. ഒരു പെട്ടിക്ക് 15 രൂപ വെച്ച് തരണം. അത് പോതും സ്വാമി, ദാ ഇതും കൂടെ അങ്ങ് വെച്ചോ. ഞാൻ യൂണിയൻകാരെ വിളിക്കണ? என்ன வேணுமோ கொடுத்து முடிச்சுடுங்கோ. ஓகே கண்மணி, நீ கவலைப்படாத. 30 ரூபா வண்டி வரும்போ வந்து உள்ள வச்சிடும். குழந்தைகள் எங்க? மகாலட்சுமி, வரலட்சுமி, கஜலட்சுமி அங்க பொம்மை குதிரை மேல் விளையாடிட்டு இருக்காங்க. நீ கவலைப்படாத என் கண்மணி. ஏன் எப்பவும் செல்லக்கண்ணே, கண்ணம்மா, முத்தே கூப்பிடுறீங்க? அப்புறம் வேற என்ன கூப்பிடணும்? கண்ணே முத்தேன்னு கூப்பிட்டுட்டு தான் இப்படி 4 பெண் குழந்தை பிறந்திருக்கு. இந்த வாட்டி கொஞ்சம் காரசாரமா பேரு சொல்லுங்க, அப்பதான் ஆண் குழந்தை பிறக்கும். அதிப்போ எப்படி கூப்பிடுறது? சீனி முளகே, காந்தாரி முளகே என்று கூப்பிடவா? கேட்கும் போதே எனக்கு வெக்கமா இருக்கு. அப்புறம் அந்த இங்கிலீஷ் படம்ல வருமே, அது மாதிரி டார்லிங், ஸ்வீட் ஹார்ட் சேர்த்துக்கோங்க.
ശരി കണ്ണമ്മ. ഓ അല്ല, ഡാർലിംഗ് കാന്താരി മുളക്. சரிம்மா, நான் கொஞ்சம் தண்ணி எடுத்துட்டு வரேன். டீ சாப்பிடுறியா ஸ்வீட்டா? ஏ சாய இங்க வா, அம்மாவுக்கு ஒரு சாய கொடு. എടാ നിധി, സുഖമാണവിടെ? ലോണ്ട് അവള് വന്നില്ലേ ഇതുവരെ? ആര്? നളിനി ടീച്ചറോ? അല്ലടാ, എന്റെ കുസുമവല്ലി, ആ സോഷ്യൽ വർക്കറെ. ഓ, അവരിപ്പോ വരും. അവരുടെ വായിലിരിക്കുന്ന കേക്കാതെ സാറിന് ഉറക്കം വരില്ല അല്ലേ? എടോ, പ്രേമിക്കുന്നതിന്റെ ABCD നിനക്കറിയാമോ? പ്രേമത്തിന്റെ തുടക്കത്തില് എപ്പോഴും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാവും. അതിരിക്കട്ടെ, ആ നളിനി ടീച്ചറുമായി അല്പം അടുപ്പമാണെന്നൊക്കെ കേട്ടല്ലോ. ടീച്ചർ ഒരു പാവം, എന്നെ വലിയ ഇഷ്ടമാ. കൊച്ചു കള്ള, നടക്കട്ടെ നടക്കട്ടെ. മഹാലക്ഷ്മി, വരലക്ഷ്മി, ഗജലക്ഷ്മി. മാമി ഭജനം പാടുകയാണോ? എന്തോ ഒരു സ്വരമാധുര്യം. ഞാൻ എന്നോട് പിള്ളകളെ കൂപ്പിട്ടേൻ. ഓ, അത് ശരി. അയ്യോ, മാമിക്ക് 4 പിള്ളേരുണ്ടെന്ന് കണ്ടാ തോന്നൂല കേട്ടോ. എന്തോ ഒരു മുഖശ്രീ. അല്ല, ഞാൻ കുഞ്ഞിന്റെ കാര്യം പറയുകയായിരുന്നു. എന്താ പേര്? சுப்பலக்ஷ்மி. நாங்க இன்னொரு ஆண் குழந்தை பிறக்கிறதுக்காக குருவாயூருக்கு நேர்ச்சிக்கு போயிட்டு இருக்கோம். എന്താ മുഖശ്രീ. ചൂച്ചി ചൂച്ചി ചൂ. അമ്മയുടെ അതേ മൂക്കും അതേ കവളും അതേ ചുണ്ടും. ചൂച്ചു ചൂച്ചു ചൂ. ட்ரெயின் எப்ப வரா? சும்மா இரு. ட்ரெயின் எப்போ வரும்னு சொல்றதுக்காக உங்க அப்பா என்ன மினிஸ்டரா? பேசாம இந்த பிஸ்கெட்டை சாப்பிடுங்க. കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. അയ്യ പാവം, അങ്ങനെ അങ്ങ് വിഷമിച്ച് വല്ല ദീനവും വരുത്തല്ലേ. കുസുമത്തിനു വേണ്ടി എന്റെ ജീവൻ കൂടെ ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഞാൻ. അയ്യടാ, വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ കാണുമ്പോ ഇങ്ങനെ അങ്ങ് വിഷമിച്ചാല് തടി കേടാവുമേ. നിധി, ഒരു ചായ തരൂ. മാമി, ഇവരെല്ലാം നിങ്ങളുടെ കുട്ടികളാണോ? ஆமா, இது மகாலட்சுமி, இது வரலட்சுமி, இது கஜலட்சுமி, ഇവ ചിന്ന ചുപലക്ഷ്മി. അടുത്തതായി ശ്രീകൃഷ്ണാവതാരം നോക്കിയിരിക്കുക. ഗുരുവായൂര് ആൺകുളന്തയ്ക്കായി നേർച്ച പണ്ണ പോറ. സാമി, ഇങ്ങനെ മാമി വർഷം തോറും പ്രസവിച്ചുകൊണ്ടിരുന്നാൽ അത് അവരുടെ ആരോഗ്യത്തെ ബാധിക്കില്ലേ? മാമിക്ക് കുട്ടികളെ നോക്കാനല്ലാതെ വേറെ എന്തിനെങ്കിലും സമയം കിട്ടുമോ? ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് എന്താ ആകാൻ പറ്റാത്തത്? ബഹിരാകാശത്ത് വരെ അവർ പോയില്ലേ? മാമി, ഇതാ എന്റെ കാർഡ്. എന്റെ ഓഫീസിലൊന്ന് വരൂ. കുടുംബാസൂത്രണത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 126-25. കുസുമം, ഇങ്ങനെ ഹൃദയശൂന്യത കാണിക്കരുത്. ഈയിടെ അങ്ങാനും
മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? മൂക്കിൽ പല്ല് വന്നിട്ടാണോ ഹേ പ്രേമിക്കാൻ നടക്കുന്നത്? ഹും. എന്തരെന്ന് വിളിക്കണത്? എടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഇടിയും മിന്നലും ഒക്കെ. നീ നോക്കിക്കോ. എന്തു പറ്റി നിന്റെ കൂട്ടുകാരിക്ക്? വന്നില്ലല്ലോ. എടാ കൊച്ചിനെ, സത്യം പറയണ കൊണ്ട് എനിക്ക് വിഷമം തോന്നരുതേ. നിന്റെ ഈ മോന്തയും ഈ ഇളിപ്പും കണ്ട ഒരു കിളിയും നിന്നെ വകവയ്ക്കില്ല. ഈ കളകളാന്നുള്ള ഇളി ആദ്യം ഒന്ന് നിർത്ത. ഒരുമാതിരി പശു ചാണം ഇടും പോലെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ അങ്ങോട്ട് നെഞ്ചങ്ങ് വിരിച്ച് നിന്നോണ്ട് ഒന്ന് പുഞ്ചിരിക്കണം ആദ്യം. അതില് വീഴണം. പിന്നെ കണ്ണുകൾ കൊണ്ട് വേണം സംസാരം. നോക്ക്, ഞാൻ നളിനിയാണെന്ന് കരുതുക. നീ എങ്ങനെ നോക്കും? എവിടെ നോക്കണത്? അല്ല കളഞ്ഞുപോയാ? ഇങ്ങനെ നേരെ അവളുടെ കണ്ണിലേക്ക് വേണം നോക്കാൻ. എടോ, നോക്കി പേടിപ്പിക്കാനല്ല പറഞ്ഞത്. അർദ്ധനിമീലിതമായി പാതി കണ്ണടച്ച് പുഞ്ചിരി, അങ്ങനെ നെഞ്ചു വിരിക്ക്. പ്രാക്ടീസ് പ്രാക്ടീസ്. ഓ, ദൈവം രക്ഷിക്കട്ടെ. ഇന്നും മിസ് ചെയ്തു. നിധി, ഒരു ചായ എടുക്ക. എന്താ പിണങ്ങിയോ? നേരത്തെ വരാൻ സാധിച്ചില്ല. വീട്ടിൽ ഒരുപാട് വിരുന്നുകാര് വന്നായിരുന്നു. നിധി, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുണ്ടാക്കിയ ഒരു ദിവസമാണ്. എന്തി എന്റെ ചായ? എന്താ ഇത്ര സന്തോഷം? നീ ഇവിടെ ഇരിക്ക്, ഞാൻ പറയാം. എന്റെ നിധി, അറ്റ് ലാസ്റ്റ് ഐ ഡിസൈഡഡ് മൈ ഫേറ്റ്. എന്തിന്? ഇന്ന് വേണ്ട, നാളെ പറയാം. എനിക്ക് നാണം വരുന്നു. ടീച്ചർ എന്നെ വിട്ട് പോകുമോ? എന്താ അങ്ങനെ ചോദിച്ച്? ടീച്ചർ, എനിക്ക് ആരുമില്ല. ജനിച്ച ദിവസം തന്നെ എൻ്റെ അമ്മ എന്നെ ആ കുപ്പക്കൊട്ടയിലിട്ടിട്ട് എങ്ങോ പോയി. ഇവിടുത്തെ പോട്ടർമാരാണ് എന്നെ എടുത്തു വളർത്തിയത്. എൻ്റെ അമ്മയ്ക്ക് എന്നോട് വെറുപ്പായിരുന്നിരിക്കുമല്ലേ? അയ്യോ, നിന്നോട് ആർക്കെങ്കിലും വെറുപ്പ് തോന്നുമോ? ആര് വെറുത്താലും എന്റെ നിധിക്ക് ഞാനുണ്ട്. ഉറപ്പാണോ? ഉറപ്പ്. നീ എപ്പോഴും ഇതാ ഇവിടെ ഉണ്ടായിരിക്കും. ഇനിയൊന്ന് ചിരിക്കൂ. അങ്ങനെ. നിധി, നാളെ നീ വരുമ്പോൾ നല്ലവണ്ണം ഒരുങ്ങി വരണം. ഞാൻ അന്ന് തന്ന പാൻറ്റും ഷർട്ടുമില്ലേ, അത് തന്നെ ഇട്ടോണ്ട് വരണം. ഓക്കെ? എന്നാ ഞാൻ പോട്ടെ. നിധി, നിധി. എവിടെ എന്റെ സുന്ദരക്കുട്ടൻ? ഒന്ന് കാണട്ടെ. നിധി,
ഞാനൊരാളെ പരിചയപ്പെടുത്തട്ടെ. കം കം സുരേഷ്. ഇത് സുരേഷ്. ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു. അടുത്ത ആഴ്ച എറണാകുളത്ത് വെച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്കയിലേക്ക് പോകും. Hello. Here it's for you. Kadajal Sadosha. Take care. ദേ ട്രെയിൻ വരുന്നു. എന്നാ വരട്ടെ നിധി. റിമെമ്പർ, നീ എപ്പോഴും ഇതാ ഇവിടെ ഉണ്ടായിരിക്കും. ബൈ. ഇന്ന് ഞാൻ നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം തേൻപാടത്തേക്ക് മടങ്ങുകയാണ്. ഏകയായി, ഒരു വിധവയായി. ഈ മടക്ക് യാത്ര സമയത്ത് പല ഓർമ്മകളും ഓടിയെത്തുന്നു. തേൻപാടം റെയിൽവേ സ്റ്റേഷൻ, അവിടുത്തെ യാത്രക്കാർ, എല്ലാത്തിനുമുപരി നിധി, എൻ്റെ നിധി. എന്നെ വിട്ട് പോകുമോ? എനിക്ക് ആരുമില്ല ടീച്ചർ. പേരെന്താ? നിധി.